സാറേ എനിക്കൊന്നും അറിയില്ല സാറേ. സാറേ മുണ്ട് സാറേ ഞാൻ എന്താക്കി? അവന്റെ മുണ്ടിങ് എടുത്തോ സാറേ? എന്നാ കാര്യം? ആ കേറ് കേറ് അവിടെ എത്തിയിട്ട് പറയാം. ലഡു 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 എടുക്കേ. ലഡു എടുത്തേ. ലഡു ഉഷാറാക്ക്. ഉദാരട്ടാ വേറെ ലഡു എടു. പേടി. നീ ആരെയും പേടിക്കുന്നത് കാണ കൈക്ക്. ആ ലഡു ലഡു. ഇനി പോലീസ് അന്വേഷണം, NIA, CBI ഓന് പുറലോകം കാണൂല. പിന്നെ എങ്ങനെ പണിയരാൻ പോകുന്നത്? സൂപ്പർ. എന്റെ വേറെ കുറച്ച് ബുദ്ധിയല്ലേ. എടുക്ക്. പ്രഭാകരനാ നല്ലോണം കൊടുത്തു പറയാനായിരിക്കും. പറയോ മിസ്റ്റർ പ്രഭാകർ. ആകെ പ്രശ്നമായി. നീ എന്ത് പണിയാ കാണിച്ചത്? പാർട്ടി ബാനറിലാണ് സാധനം പൊതിഞ്ഞത്. പൊട്ടാ. എടാ ഞാൻ ആ തിരക്കിനൊക്കെ ശ്രദ്ധിച്ചിട്ടാ. നമ്മുടെ ബാനർ ഒരു കട്ടുണ്ടോ എന്ന് പറഞ്ഞാലോ? ഒലക്ക. എന്നെ അതൊന്നും നടക്കൂല. അമ്മോനെ കൊടുക്കാൻ നോക്കിയ ദിവസത്തേക്ക് മനസ്സിലായി. വേറെ ചാൻസ് ഒന്നുമില്ലേ? ഇല്ല. ഒരു ഇപ്പൊ എന്നെ വിട്ടേക്കും. എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ വേഗം ചെയ്തു. നീ പേടിക്കണ്ട, ഞാൻ വേറൊരു വഴി കണ്ടിട്ടുണ്ട്. പോടാ വേണ്ട കണ എടാ വാടാ. നമ്മളല്ലെന്താ ബോളമാറാ ചവിട്ടി കൂട്ടറായി തായില്ലേ? നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കണ. ഈ നാടിന്റെ സമാനം തകർത്ത ഒറ്റൊരുത്തിനും ഞങ്ങൾ വെറുതെ വിടൂല. ജീവൻ വേണമെങ്കിൽ ഇതാ ഇപ്പൊ ഈ നാട് വിട്ടോ, ഇല്ലെങ്കിൽ ഈ നാട്ടുകാര് പട്ടിയെ പോലെ തല്ലിക്കൊല്ലും. സുധേട്ടാ ഞാൻ പോയിക്കോളാം. എനിക്ക് കുറച്ച് സമയം തരണം. നിനക്ക് വൈകുന്നേരം വരെ സമയം തരും. നീ നിന്റെ സാധനങ്ങളുമായിട്ട് ഈ കടമ്പേരി കവല കിടന്നിരിക്കണം കേട്ടാ. വാടാ. എന്റെ എല്ലാം ബാക്കില കണ്ണനാമേ. നാട്ടുകാരെ തല്ലും മേടിച്ചിട്ട് കയ്യും പൊളിച്ചിട്ടോ നാട് വിടാൻ പോകുന്നവരും. നട്ടല്ലേന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാ എനിക്കെല്ലാം. നിനക്ക് ചോദിക്കാൻ പേടിയാന്നെങ്കിലേ ഓനോട് ഞാൻ പോയി ചോദിക്കാം. അതൊന്നും വേണ്ടമ്മേ. വെറുതെ കുത്തിയിരിക്കുന്ന ഇടാ മൂന്നീനെ പോലെ നാണുമില്ലാണ്ട്. എങ്ങനെപ്പാ ഇതെന്റെ വയറ്റില് ജനിച്ചു പോയി നീ? യമുന नंबर 3 यमुना.
അമ്മാ എന്താപ്പാ അല്ലടോ ആരാണ് ആ തല്ലുംപിടി ഉണ്ടാക്കിനി നിങ്ങൊന്നും ഉണ്ടായിട്ടേ തല്ലുംപിടിയാ അതാരിപ്പാ നമ്മ കുറച്ച് സമയം ടൗണിന്ന് മാറിക്കുമ്പോ അടിയാ നമ്മല്ലാണ്ട് വേറെ ആരും ഉണ്ടെങ്കിലും ഗോപി അത് തന്നെ നമുക്ക് പിരിവ് നിർത്തിട്ട് പോയി അടിച്ചാലോ? അതന്നെ ഞാനും പറയുന്നത്. രണ്ടെണ്ണം അടിക്കണ്ടേ? ഒറ്റ ഒന്നാണ് തരൂ. എടാ അടി ഉണ്ടാക്കിയാണ് പോയി അടിക്കണ്ടേ? ചിലപ്പോ പ്രതിമ ഒട്ടിച്ചോണാണെങ്കിലോ? എടാ ആ വിശ്വന്റെ വീട്ടിലെ CCTV നോക്കാൻ പറഞ്ഞ് നീ നോക്കി? ഞാൻ മൂപ്പരോട് പറഞ്ഞു. മൂപ്പര് നാട്ടിലില്ല. ഇന്നോ നാളെ നാട്ടിലെത്തും. നാട്ടിലെത്തിക്കാൻ ഞാൻ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലപ്പാ ഈ പട്ടേലിന്റെ പ്രതിമയ്ക്ക് എത്ര ലക്ഷം ഉണ്ടാവും? അതൊരു 10-50 ലക്ഷമായിട്ടുണ്ടോ? പൈസ ഉണ്ടല്ലോ. എടാ വിദ്യല്ലേടാ? വേണാർക്ക് ആ വിദ്യാന്നല്ലോ. ഓനെന്താ അമ്മേനെല്ലാം കൂട്ടിട്ട് പെണ്ണ് കാണാൻ പോന്നോ? നമ്മളെ കൂട്ടാണ്ട കൈയെല്ലാം പൊട്ടിട്ടുണ്ടല്ലോ. ചോദിക്കാം. അല്ല വിദ്യേ, നിന്റെ കൈക്കെന്നാ പറ്റിനി? എടാ നിന്നെ പെണ്ണ് കാണിക്കാൻ ഞാനല്ലേ കൊണ്ടോല്. നീ എന്താ അമ്മേനെല്ലാം കൂട്ടിട്ട്? നാട്ടുകാരെല്ലാം കൂടെ നായിനെ പോലെ ഇവരെ തല്ലുമ്പോ നിങ്ങൾ ലേടിയാ പോയിനി. എടാ പോയിനി ഇപ്പൊ പായ്യാരും ചോദിക്കാൻ വന്നിനി. ഞാൻ എന്തായാലും എന്നോട് ചോദിക്കും. വാടാ പൊട്ടരെ പോലെ നിൽക്കാണ്ട് വാമേ. എല്ലാരും കൂടി അങ്ങോട്ടോ. വിദ്യായിട്ട് നല്ല ചോദിക്കാൻ പോകുന്നു കണ്ടാന്റെ വീട്ടിലേക്ക്. കണ്ണാ കണ്ണാ. ആ എന്താ എന്റെ ചെക്കനെ തല്ലിക്കാൻ നീ ആരിടാ? ഞാൻ കണ്ണൻ കെട്ടെടുത്ത് നാടാൻ പറയാ. നീ ആരും എടുത്ത മജിസ്ട്രേറ്റാ? ആ മജിസ്ട്രേറ്റ്. ഓനെടുത്തേക്കൂ. നീ എന്നാ ചെയ്യുന്നത് നമുക്ക് കാണണല്ലോ. പറട്ടാ പിന്നെ കൂടെ എന്നെ പറ്റുന്ന ഇപ്പൊ ഇറങ്ങിക്കോ, അല്ലെങ്കിൽ ഇവനെ തല്ലടിച്ചാൻ പൊട്ടിക്കും. നിന്റെ മിറ്റത്തല്ലടാ, നിന്റെ വീട്ടിൽ കയറി ഞാൻ പറയടാ. ഓന്റെ അടി കൊള്ളാനാണ് ഈ വന്ന ചന്ദ്ര. ഓന്റെ വീട്ടിൽ കയറിയിരുന്നു. സ്വന്തം വീട്ടിൽ കിടന്ന് ഉറങ്ങുക. പിന്നെ ഞങ്ങളെ കയ്യെന്ന പാകർക്കാൻ പോയില്ല. ചിലക്കാനൊന്ന് കേറി നോക്കടാ. ആ അമ്മ അറിഞ്ഞോണ്ട് ഞാൻ നിർത്തി. എന്റെ അമ്മ ലോട്ടമ്മല്ലേ? ആരമ്മയായാലും നാട്ടുകാരെ മൊത്തം വിളിച്ചു കൂട്ടിട്ട് ഒരു നായിനെ തല്ലും പോലെ ഇവനെ തല്ലാൻ ഓൻ എന്ത് തെറ്റാ നിന്നോടല്ലേ ചെയ്തിനി? ആരുമില്ലാത്ത കുഞ്ഞൊന്നല്ല ഇവൻ. ഓന്റെ അച്ഛനെ പോയിട്ടു അമ്മയുടെ ഉണ്ട്. ഓ ഒരു വിട്ടാപ്പി. ചോരന്റെ കുടുംബത്തിൽ കാണിച്ചോ? തല്ലൂല്ല കൊല്ലാ വേണ്ടേ? ഓൻ എന്ത് തോന്നിയ കാണിച്ചേ? ഒരു പെൺകുട്ടീനെ സ്നേഹിക്കുന്ന ഇത്ര വലിയ തെറ്റാ? സൂപ്പർ തള്ള. അതെടാ നല്ല സൂപ്പർ തള തന്നെയാന്ന്. അവര് തമ്മിൽ ഇഷ്ടാണെങ്കിലേ ഞാനത് നടത്തി കൊടുക്കും. അതിന് നിന്റെ സമ്മതം ഒന്നും ഇവിടെ ആർക്കും വേണ്ട. മോളെ ഇങ്ങോട്ട് ഇറങ്ങി വാ. നിന്നെ ഇവിടെ ആരും ഒന്നും ചെയ്യില്ല. ഏത് മോള് വാലേട്ടാ? എന്റെ കാര്യത്തിൽ ഇവിടെ വേറെ ആരും തീരുമാനം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏട്ടൻ എന്നെ കൊല്ലുന്നുണ്ടെങ്കിൽ കൊന്നോട്ട്. ഏടേ രാത്രി പരിപാടി ഉണ്ടായിനി. ഓരലേടെ ഓരല് നേരത്തെ പോയിനി. വാ ഞാൻ കൊണ്ടാക്കാം. വാ ഇത് കൊട്ടാ നമ്മളെയും പഠിപ്പിക്കൂ. പൈസ എന്നാ പഠിപ്പിക്കാം. നമുക്കൊക്കെ ആര് പെണ്ണ് തരാന് അല്ലേ കരുതി. രാവിലെ എണീക്കുന്നൊക്കെ നല്ലതല്ലേ? അയ്യടാ ഒന്ന് പോയാണെന്ന്. ഞാൻ ഏട്ടിക്ക് ഫോൺ കൊടുക്കുന്ന.
നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം ഓരോടൊന്നും പറയണേ. വിദ്യേട്ടൻ, വിദ്യ. ഹലോ. നാളെ ആ ഭാഗത്താ ചായ കുടി. ഫ്രീ ആണെങ്കിൽ ഫ്രീ ആണെങ്കിൽ ഒരു ചായ എടുത്ത് ഞാൻ വന്ന് കുടിക്കും. ബാലേട്ടാ, ഒരു പെണ്ണിന് വേണ്ടി കൊറേ നടന്നല്ലേ, ഓണിഷ്ടാണേ അത് നടക്കട്ടേന്ന്. നീ ഒരിക്കലും ഉണ്ടായിരിക്കും എന്തിനാ വിദ്യേ? നിന്റെ ഏത് കാര്യത്തിലും ഞങ്ങളെ ഒന്നിച്ചുണ്ടായില്ലോ. ഇതും ഞങ്ങൾ തീരുമാനിക്കും. യമുനയാണെങ്കിലും കുഴപ്പമില്ലേനു. ഇതിപ്പോ ചേട്ടന്റെ പെങ്ങളെ തന്നെ വേണം എനിക്ക്. ആ വിദ്യ നിക്ക്, വിദ്യ നിക്ക്. എന്തിനാ ബാലേട്ടാ നിങ്ങൾക്ക് ഞാൻ പോയ എന്താ? നായപ്പോലെ നാട്ടുകാർ എടുത്തിട്ട് തല്ലിയപ്പോ നിങ്ങളും നിങ്ങളുടെ ഈ പാർട്ടിക്കാരെ ഏടെയായിരുന്നു. എന്നെ പോലെ ഒരു 100 പൊട്ടന്മാരെ നിങ്ങൾക്ക് കിട്ടും കൊണ്ടേ കൊണ്ടിലിടാൻ. ഒരു പാർട്ടിയും പ്രസ്ഥാനവും ഒന്നുമല്ല ഞങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നത്. 2 മനുഷ്യന്മാരും അമ്മ ഇഷ്ടമാണെങ്കിൽ അവരെ അമ്മി വേണേ കല്യാണം കഴിക്കും. നിങ്ങളെന്താ ചേച്ചി? ബാലേട്ട നീ ഇങ്ങോട്ട് വന്നേ. ഹരിതേ, നിന്റെ ഒറ്റൊരാളുടെ വാക്ക് കേട്ടിട്ടാ ഞാനിപ്പോ ഈടെ വന്നത്. അല്ലാതെ ഈടെ വന്ന് പെണ്ണ് വയ്ക്കാൻ പേടിച്ചിട്ടല്ല. ഞാൻ ഓളെ കല്യാണം കഴിക്കുന്നതിൽ ആർക്കും എത്ര എതിർപ്പ്? എനക്ക് എതിർപ്പുണ്ട്. ഗോപി, എന്നോട് അഭിപ്രായം ചോദിച്ചില്ല. അമ്മയ്ക്കോ? അല്ലപ്പാ, പെട്ടെന്നിങ്ങനെ തീരുമാനം എടുത്തപ്പോ എനിക്കത് കേട്ടാ മതി. അമ്മ കണ്ണാ, നിനക്കോ? അമ്മക്ക് എതിർപ്പില്ല, എനിക്ക് കുഴപ്പമില്ല. ഓക്കും എതിർപ്പില്ല, ഓളുടെ അമ്മയ്ക്ക് എതിർപ്പില്ല. പിന്നീട് ആർക്കാ എതിർപ്പുള്ളേ? എനക്ക് എതിർപ്പുണ്ട്. എടാ ഭാസ്കരൻ, നിങ്ങൾക്ക് എന്തിനു എതിർപ്പ്? ആ വണ്ടിയുടെ പൈസ കൊടുക്കുകയാണെങ്കിൽ എനക്ക് യാതൊരു എതിർപ്പില്ല. അപ്പൊ മെയിലായിരുന്നു മനസ്സിലായി. വേറെ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടാ? എന്റെ കൈ ആരും പിടിച്ച ഗോപിയേട്ടാ, നമ്മള് ചാത്തുട്ടിയാന്റെ പ്രതിമ പിടിച്ചാളെ മനസ്സിലായി. ആരാടാ? ഞാനല്ല, എനക്കൊന്നും നീ എവിടെയായിരുന്നു ഭാസ്കര? എന്റെ ഏട്ടി, ലോകത്തിലെ ഏറ്റവും രസമുള്ള പരിപാടി എന്താണെന്നറിയോ? ഒരാളെ മനസ്സറിഞ്ഞങ്ങനെ സ്നേഹിക്കുക. അതിന് ഭാഷയും പ്രശ്നമല്ല, വേഷവും പ്രശ്നമല്ല. ഏട്ടി ഒരു നിലവിളക്ക് കത്തിച്ചിങ്ങനെ കൊണ്ട. അതിന് നിശ്ചയം കഴിഞ്ഞിട്ടില്ല ഭാസ്കര. ഇവനെ അല്ല, ബേട്ടി. ബേട്ടിയാ? ഞാൻ നിന്റെ ഏട്ടിയല്ലേ ഭാസ്കര? ആ ഏട്ടിയല്ല, പിന്നെ ബേട്ടി. ആവോനാ? അതെയാ? അതാരേ? मुझे सब कुछ मालूम. भास्कर जी ने मुझे सब कुछ बोला. എന്റെ അമ്മേ, ഇതേത് ഭാഷ? ഇനി ഞാൻ ഇതും പഠിക്കണം ഭാസ്കര. बेटी आओ ना. हाँ जी. केरल में बहुत बादल आती है. चलो तुम तिरंगे वापस. ഇവരിങ്ങനെയാണ്. ഇന്നൊരു പ്രതിമയാവാം, നാളെ ഒരു കൊടിമരമാവാം, അത് കഴിഞ്ഞാൽ പിന്നെ ചങ്ങാത്തവും സ്നേഹപ്രകടനവും കെട്ടിപ്പിടുത്തവും. ഓ, ഇതിനൊരവസാനം ഉണ്ടാവില്ല. ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ചേട്ടന് ഭയങ്കര സങ്കടമായോ? മലയാളോ? അതെങ്ങനെ? നമുക്കെല്ലാം കണ്ടിട്ടാ സംസാരിക്ക ഒരുപാട്. അയ്യോ, ಹೌದು ಹೌದು.